മുക്കം നഗരസഭാ ബഡ്ജറ്റിൽ അടിസ്ഥാന മേഖലകൾക്ക് പ്രാധാന്യം വേണമെന്ന് UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. നഗരസഭയുടെ വികസന ആവശ്യങ്ങൾ മുൻനിർത്തി കൂടുതൽ ക്രിയാത്മകവും ജനക്ഷേമ കേന്ദ്രീകൃതവുമായ പദ്ധതികൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നില്ലെന്ന ആശങ്കയും രേഖപ്പെടുത്തി. മുക്കം നഗരസഭയുടെ ബഡ്ജറ്റിൽ അടിസ്ഥാന മേഖലകൾക്ക് പ്രാധാന്യം വേണമെന്ന് UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. നഗരസഭയുടെ വികസന ആവശ്യങ്ങൾ മുൻനിർത്തി കൂടുതൽ ക്രിയാത്മകവും ജനക്ഷേമ കേന്ദ്രീകൃതവുമായ പദ്ധതികൾ ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തുക ബഡ്ജറ്റിൽ വ്യക്തമായി പ്രതിഫലിക്കുന്നില്ലെന്ന ആശങ്കയും രേഖപ്പെടുത്തി. നഗരത്തിലെ 46 SC കോളനികളും ഒരു ST കോളനിയും ഉൾപ്പെടെ പരിമിതമായ ഭൂമിയിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഒരു പൊതു ശ്മശാനം സംബന്ധിച്ച പദ്ധതി ഉൾപ്പെടുത്തേണ്ടതുണ്ടെന്നും വെസ്റ്റ് മാമ്പറ്റയിലെ നഗരസഭാ സ്റ്റേഡിയം നിർമ്മാണം ദീർഘകാലമായി പൂർത്തിയാക്കാതെ തുടരുന്നതായും അതിനുള്ള വ്യക്തമായ പ്രവർത്തന പദ്ധതി വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഡയാലിസിസ് രോഗികൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം പ്രായോഗികമായി ലഭ്യമാക്കുന്നതിനും നടപടികൾ വേഗത്തിലാക്കണമെന്നും ഭവന നിർമ്മാണ മേഖലയ്ക്ക് കൂടുതൽ മുൻഗണന നൽകേണ്ടതുണ്ടെന്നും ഭവന സമുച്ചയ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ പ്രാദേശികർക്കുള്ള പ്രയോജനം ഉറപ്പാക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായി വിശകലനം ചെയ്തു നോക്കുമ്പോൾ സമ്പൂർണമായി പരാജയപ്പെട്ട് നഗരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയല്ല ഇന്നലെ അവതരിപ്പിച്ച ബജറ്റ് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കഴിഞ്ഞ 2025-26 കാലയളവിലെ ബജറ്റിന് സമാനമായ സെയിം ബജറ്റാണ് ഈ തവണയും ഈ പുതിയ ഭരണസമിതി കൊണ്ടുവന്നത്. തീർച്ചയായും പുതിയ പദ്ധതികൾ, നമ്മുടെ നാടിന് വേണ്ടിയ പുതിയ ആവിഷ്കാര കാര്യങ്ങൾ അതൊന്നും ഉൾപ്പെടുത്താതെ ടൂറിസ്റ്റ് മേഖലയെ സമ്പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, അതുപോലെ തന്നെ യുവജനങ്ങളെ സമ്പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട്, നമുക്കറിയാം മാമ്പറ്റയുള്ള ഗ്രൗണ്ട് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് കഴിഞ്ഞ 2025-26 പദ്ധതിയിൽ അവർ ആവർത്തിച്ചത്. ഈ തവണ ആ വിഷയത്തെക്കുറിച്ച് ഒരു വാചാലമായി സംസാരിക്കുക പോലും ചെയ്യാത്ത ബജറ്റാണ്. പോളിടെക്നിക് പദ്ധതി, പോലീസ് സ്റ്റേഷൻ നിർമ്മാണം, പൈതൃക പാർക്ക് തുടങ്ങി മുൻപ് പ്രഖ്യാപിച്ച പദ്ധതികൾ സമയബന്ധിതമായി നടപ്പാക്കണമെന്നും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനുള്ള സമഗ്ര പദ്ധതികളും ബഡ്ജറ്റിൽ പ്രതിഫലിക്കണമെന്നും പുതിയ നഗരസഭകൾക്ക് ലഭിക്കുന്ന ബിൽഡിംഗ് ഗ്രാന്റ് ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി കൂടുതൽ ഇടപെടലുകൾ ആവശ്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. UDF കൗൺസിലർമാരായ അബ്ദുള്ളക്കുട്ടി, ഷെരീഫ് വെണ്ണക്കോട്, ഗിരിജ MK, മുനീർ, അനീഫ് മുഹമ്മദ്, റഹ്മത്ത് VM, ജിജി ജയരാജ്, ഷബാന, സുനിത മാത്യു, സുഹറ തുടങ്ങിയവരാണ് ആവശ്യവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.